രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് BEL കഴിഞ്ഞ ദിവസം 0.82% ഉയർന്ന് 288 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2.1 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 49.73, ഡിവിഡൻഡ് yield 0.76%, 52 വീക്ക് ഹൈ 340, 52 വീക്ക് ലോ 127. BEL എന്ന കമ്പനിക്ക് 1115 കോടി രൂപയുടെ മൾട്ടിപ്പിൾ ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷമാണ് BELുമായി ബന്ധപ്പെട്ട ഈ അപ്ഡേറ്റ് പുറത്തു വന്നത്. പ്രമുഖ ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും BEL എന്ന കമ്പനിക്ക് 850 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഫുള്ളി ഇൻഡജീനിയസ് ആയിട്ടുള്ള മൾട്ടിഫംഗ്ഷൻ എക്സ് ബാൻഡ് റഡാർ കൊച്ചിൻ ഷിപ്പ്യാർഡിന് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് 850 കോടി രൂപയുടെ ഓർഡർ BEL എന്ന കമ്പനിക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സൈഡിൽ നിന്നും ലഭിച്ചത്. ഈ റഡാർ DRDO ഡെവലപ്പ് ചെയ്തതും BEL മാനുഫാക്ചർ ചെയ്തതുമാണ്. നേവൽ ഷിപ്പുകൾക്ക് എതിരെയുള്ള എയർബോൺ ടാർഗറ്റുകളെ ഡിറ്റക്റ്റ് ചെയ്യാനും അക്യൂർ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഉപയോഗിക്കുന്ന റഡാർ സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ് BELന് ലഭിച്ചത്. അതോടൊപ്പം തന്നെ നാവിഗേഷണൽ കോംപ്ലക്സ് സിസ്റ്റം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 305 കോടി രൂപയുടെ ഓർഡർ കൂടി കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുവഴി BELൻ്റെ ടോട്ടൽ ഓർഡർ ബുക്ക് 7075 കോടിയായി ഉയരുകയും ചെയ്തു. പല പ്രമുഖ ബ്രോക്കേജ് ഏജൻസികളും BEL എന്ന സ്റ്റോക്കിന് അക്കുമുലേറ്റ് എന്ന റേറ്റിംഗും ഹയർ സൈഡിലെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. പ്രഭുദാസ് ലീലാദർ അക്കുമുലേറ്റും 341 രൂപയുടെ ടാർഗറ്റും നൽകി. റീസെൻ്റ്ലി ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ 1.45 ലക്ഷം കോടി രൂപയുടെ ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റിന് അപ്രൂവൽ നൽകിയതും BEL എന്ന സ്റ്റോക്കിന് അനുകൂലമായ അപ്ഡേറ്റാണ്. BEL എന്ന കമ്പനി ഡിഫൻസിന് ഉപയോഗിക്കുന്ന ഡിഫൻസ് ഫയർ കൺട്രോൾ റഡാറും മാനുഫാക്ചർ ചെയ്യുന്നു. ഫയർ കൺട്രോൾ റഡാർ മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് നമൂറ ഇന്ത്യ എന്ന ബ്രോക്കേജ് ഏജൻസിയും BEL എന്ന സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന് വിശ്വസിക്കുന്നു. 2023-29 ഫിനാൻഷ്യൽ ഇയറിൽ 21% CAGR കൂടിയുള്ള വളർച്ചയാണ് BEL എന്നും അഷിക സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന ബ്രോക്കേജ് ഏജൻസി പ്രതീക്ഷിക്കുന്നത്. കൂടാതെ BEL എന്ന സ്റ്റോക്ക് ഇൻഡെക്സ് റീജിക്കിൻ്റെ ഭാഗമായി നിഫ്റ്റി 50യിലേക്കും വരാൻ പോവുകയാണ്. ഇതുവഴി സ്റ്റോക്കിലേക്കുള്ള പാസീവ് ഫണ്ട് ഇൻഫ്ലോയും വർദ്ധിക്കും. 275-നും 300-നും ഇടയിലുള്ള റേഞ്ച് മൂവ്മെൻറ്റ് വേണം BEL എന്നും പ്രതീക്ഷിക്കാൻ. 300 സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസും 275 സ്റ്റോക്കിൻ്റെ സപ്പോർട്ടുമാണ്. സ്റ്റോക്ക് ഇപ്പോൾ ഡൗൺവേർഡ് ട്രെൻഡിലാണ് തുടരുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് നസാര ടെക്നോളജിയുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് 0.5% ഉയർന്ന് 968 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 7000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 116, 52 വീക്ക് ഹൈ 1034, 52 വീക്ക് ലോ 591. നസാര ടെക്നോളജി സ്റ്റാനിൻ്റെ 15.86%-ഓളം സ്റ്റേക്കുകൾ $2.2 മില്യൺ അക്വയർ ചെയ്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. നസാര ടെക്നോളജിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ നസാര ദുബായ് എന്ന കമ്പനി വഴിയാണ് അക്വിസിഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത്. സ്റ്റാൻ എന്ന കമ്പനി ഗെയിമിംഗ് ക്രിയേറ്റേഴ്സിനും അതുപോലെ തന്നെ ഗെയിം യൂസേഴ്സിനും ഗെയിമിംഗ് സെക്ടറിലെ സെലിബ്രിറ്റീസിനുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മൊബൈൽ പ്ലാറ്റ്ഫോം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കമ്പനി ചാറ്റ് ആൻഡ് ഓഡിയോ റൂംസുകളും കളക്റ്റബിൾസും സെലിബ്രിറ്റി കമ്മ്യൂണിറ്റീസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. റീസെൻ്റ്ലി നസാര ടെക് എന്ന കമ്പനി വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അക്വിസിഷൻ അല്ലെങ്കിൽ ഇനോർഗാനിക് ഗ്രോത്തിൽ നടത്തിയിട്ടുണ്ട്. ഫ്യൂസ് ബോക്സ് ഗെയിംസ് എന്ന UK ബേസ്ഡ് കമ്പനിയുടെ സ്റ്റേക്കുകൾ 228 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. അതുപോലെ തന്നെ കിഡോപ്പിയ കമ്പനിയുടെ ഡെവലപ്പറായ പേപ്പർ ബോട്ടിൻ്റെ സ്റ്റോക്കുകൾ കഴിഞ്ഞ ആഴ്ചയാണ് കൺട്രോളിംഗ് സ്റ്റേക്കുകൾ കഴിഞ്ഞ ആഴ്ചയാണ് കമ്പനി അക്വയർ ചെയ്തത്. സ്റ്റാൻ എന്ന കമ്പനിയും ഫ്രീക്വൻ്റ്ലി ഫണ്ട് റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റാൻ എന്ന കമ്പനി $2.7 മില്യൺ ഫണ്ട് റൈസ് അപ്റ്റോസ് ലാബിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം $2.2 മില്യൺ ഫണ്ട് റൈസാണ് നസാര ടെക്നോളജിക്ക് 15%-ഓളം സ്റ്റേക്ക് നൽകുക വഴി സ്റ്റാൻ നടത്തിയിരിക്കുന്നത്. ഇവിടെ നസാര ടെക് എന്ന സ്റ്റോക്കിനെ വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 900 രൂപയുടെ സപ്പോർട്ടും 1000 രൂപയുടെ റെസിസ്റ്റൻസുമാണ് സ്റ്റോക്കിനുള്ളത്. 1000 എന്ന ലെവലിൽ നിന്നും ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ ഉയർന്ന അപ്സൈഡ് മൊമെൻറ്റം നസാര ടെക് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.